Hi everyone, welcome to Statist Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് GST യിൽ പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് ലെഡ്ജേഴ്സ് അല്ലെങ്കിൽ ലെഡ്ജേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ലെഡ്ജർ എന്ന് നോക്കാം. അപ്പോൾ ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു GST പാസ്ബുക്കിന്റെ ഇലക്ട്രോണിക് ഫോം ആയിട്ട് വരും. അപ്പോൾ എന്ന് വെച്ചാൽ ആരൊക്കെ GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും ലെഡ്ജർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോർമലി നമ്മൾ 3 കാര്യങ്ങളാണ് ലെഡ്ജർ വെച്ച് ചെയ്യുന്നത്. ഒന്നാമത് പേയ്മെന്റ്സ്, പിന്നെ ക്രെഡിറ്റ്സ്, പിന്നെ ലയബിലിറ്റീസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡിഫറെന്റ് ലെഡ്ജേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒന്നാമത്തെ എമൗണ്ട് ഓഫ് GST ഡെപ്പോസിറ്റഡ് ഇൻ ക്യാഷ് ടു ഗവൺമെന്റ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇപ്പോൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എമൗണ്ട് ഓഫ് GST ഡെപ്പോസിറ്റഡ് ഇൻ ക്യാഷ് ടു ഗവൺമെന്റിന് വേണ്ടി നമ്മൾ പേയ്മെന്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന GST എമൗണ്ട് ആണ് ഇതിൽ കാണിക്കാം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ. രണ്ടാമത്തെ പറയുന്ന ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ആണ്. അതിനകത്ത് ബാലൻസ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ. നമുക്കറിയാം ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് വരും അല്ലേ. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് ബാലൻസ് ഉള്ളതൊക്കെ കിടക്കുന്നത് ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ്. മൂന്നാമത്തെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ ആണ്. ഇതിൽ മാനർ ഓഫ് സെറ്റ് ഓഫ് GST ലയബിലിറ്റി ആൻഡ് ബാലൻസ് ലയബിലിറ്റി. നമ്മൾ എങ്ങനെയാണ് GST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്, അത് കഴിഞ്ഞ് നമുക്ക് ബാലൻസ് ആയിട്ട് ഇത്ര ലയബിലിറ്റി ഉണ്ട്, ഇത് കാണിക്കാനാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി 3 ലെഡ്ജേഴ്സ് ആണ്. ഒന്ന് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, രണ്ടാമത്തെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, മൂന്നാമത്തത് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. ഇതിൽ ആദ്യത്തെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ GST പേയ്മെന്റ്സ് അതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഈസ് ലൈക്ക് വാലറ്റ്. നമ്മൾ വാലറ്റ് യൂസ് ചെയ്യാറില്ലേ. നമ്മളിപ്പോൾ ഒരു സൈറ്റിലൊക്കെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വാലറ്റ് ഉണ്ടാവും. അപ്പോൾ വാലറ്റിൻ്റെ അകത്ത് നമുക്ക് എമൗണ്ട് ഇട്ടിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് നടത്താം. അപ്പോൾ അതുപോലൊരു വാലറ്റ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എനി GST പേയ്മെന്റ് മെയ്ഡ് ഇൻ ക്യാഷ് ഓർ ത്രൂ ബാങ്ക് റിഫ്ലെക്ട്സ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അപ്പോൾ നമ്മൾ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കാണിക്കും. where the taxpayer needs to make any payments such as tax, interest, penalty, etc. and he does not have enough credit in his credit ledger, he will have to simply add money to the wallet and the money will be utilized to make the payment. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ലെഡ്ജറിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ രണ്ടാമത്തെ പഠിക്കാൻ പോകുന്നതാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. പക്ഷെ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് ഇൻപുട്ട് ടാക്സ് ഒക്കെ അതിനകത്ത് കിടക്കും. അപ്പോൾ ഇൻപുട്ട് ടാക്സ് കഴിച്ച് ബാക്കി നമ്മൾ അടക്കാനുണ്ടെങ്കിലാണ് നമുക്ക് ലയബിലിറ്റി വരുള്ളൂ അല്ലേ. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ, അതായത് ക്രെഡിറ്റ് ലെഡ്ജറിനകത്തിനെക്കാട്ടും കൂടുതൽ നമുക്ക് പേയ്മെന്റ് വരുവാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് പൈസ ആഡ് ചെയ്യാം വാലറ്റിലേക്ക്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് നടത്താം. അപ്പം നമുക്ക് ഓൾറെഡി നോക്കേണ്ടത് അത് ക്രെഡിറ്റ് ലെഡ്ജറിൽ എത്ര പൈസ ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഇനിയും പേയ്മെന്റ് അടക്കാൻ പൈസ കൂടുതലാണ് വേണ്ടതെങ്കിൽ ഇപ്പം ക്രെഡിറ്റ് ലെഡ്ജറിൽ നമുക്ക് 1000 rupees അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടാക്സ് ലയബിലിറ്റി 1200 ആണെങ്കിൽ നമുക്ക് ആ 200 ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ആഡ് ചെയ്തിട്ട് പേയ്മെന്റ് നടത്തിയാൽ മതിയാവും. Whenever the taxpayer makes the GST payment through online banking or any other modes is reflected in electronic cash ledger. അപ്പോൾ നമ്മൾ ഏത് മോഡിലെ കൂടി നമ്മൾ GST പേയ്മെന്റ് നടത്തി കഴിഞ്ഞാലും അത് നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് കാണിക്കും. എന്നുവെച്ചാൽ എത്ര നമ്മൾ പേയ്മെന്റ് അടച്ചിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ കാണാൻ പറ്റും. GST ടാക്സ് പേയ്മെന്റ് ഓവർ 10,000 must be made through banking channels only. നമ്മളിപ്പോൾ GST പേയ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ 1000 കൂടുതലാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അത് ബാങ്ക് ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. While making the GST payment, the taxpayer must provide the heads under which payments are to be credited. അപ്പോൾ നമ്മൾ പേയ്മെന്റ് ക്രെഡിറ്റ് ചെയ്യേണ്ട ഹെഡ്സ് കാണിച്ചിരിക്കണം. നെയിംലി മേജർ ഹെഡ്സ് ഓഫ് CGST, SGST, IGST and minor heads like tax, interest, penalty, fee and others. അപ്പം നമുക്ക് ഏതൊക്കെ ഹെഡ്സ് എന്ന് പറയുന്നത് CGST ആണോ, SGST ആണോ, IGST ആണോ, അതുപോലെ തന്നെ വേറെ ടാക്സ് ആണോ, ഇൻട്രസ്റ്റ് പേ ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ പെനാൽറ്റി ഉണ്ടാവും, ഫീ ഉണ്ടാവും. അങ്ങനെ എന്ത് ഹെഡിലാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നതെന്ന് നമ്മൾ കാണിക്കണം ഡീറ്റെയിൽ ആയിട്ട്.
Based on the tax challan and heads under which payment was made, the electronic cash ledger will display the balance available under the various combination of major minor head. അപ്പോൾ നമ്മളിത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് നമുക്ക് എത്ര ബാലൻസ് അവൈലബിൾ ആണെന്ന് കാണിക്കും. ഇപ്പം CGSTയുടെ ക്രെഡിറ്റ് ആണ് നമുക്ക് വന്ന് കിടക്കണമെങ്കിൽ CGST അല്ലേ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എത്ര അവൈലബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് അതിനകത്ത് കാണിക്കും. ഓരോ ഹെഡിനകത്ത് നമുക്ക് കാണിക്കും. ഇനി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിന്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നത്, ദി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഷാഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം GST PMR 05 for each person liable to pay tax, interest, penalty, late fee or any other amount. അപ്പം നമ്മൾ ഏതെങ്കിലും എമൗണ്ട് നമുക്ക് പേ ചെയ്യാനുണ്ടെങ്കിൽ GST പ്രകാരം ടാക്സോ ഇൻട്രസ്റ്റോ എന്ത് പേ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഫോം GST PMR 05 പ്രകാരമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പം അതിലാണ് നമ്മൾ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പേയ്മെൻറ്റ് നടത്തുന്നതും. ദിസ് ലെഡ്ജർ വിൽ ബേസിക്കലി റിഫ്ലക്ട് ഓൾ ദ ഡെപ്പോസിറ്റ് മെയ്ഡ് ഇൻ ക്യാഷ് യൂസിങ് വേരിയസ് മോഡ്സ്. അപ്പം നമ്മൾ ഏതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ അതിനകത്തേക്ക് പൈസ ആഡ് ചെയ്തിട്ടുണ്ടോ എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. Any amount paid by the taxpayer will be reflected in the electronic cash ledger. The amount available in this ledger may be used for making any payment towards. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് പേയ്മെൻറ്റും നടത്താം. GST പ്രകാരമുള്ള ഏത് പേയ്മെൻറ്റ് വേണമെങ്കിൽ ഈ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. It is reinstated that any credit in the electronic credit ledger can be utilized only for payment of output tax. ഇപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇതിലുള്ള ഏത് എമൗണ്ട് ആണെങ്കിലും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഔട്ട്പുട്ട് ടാക്സിനല്ലാതെ എന്ന് വെച്ചാൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി പേ ചെയ്യാനല്ലാതെ വേറൊരു കാര്യത്തിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. To initiate a payment, taxpayer generate a challan online using the GSTR PMT 06. അപ്പം നമ്മൾ ആദ്യം ഒരു ചലാൻ ജനറേറ്റ് ചെയ്യണം. നമ്മൾ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ചലാൻ ജനറേറ്റ് ചെയ്യണം. വിച്ച് വിൽ ബി വാലിഡ് ഫോർ എ പീരിയഡ് ഓഫ് 15 days. അതൊരു 15 days വാലിഡിറ്റി ഉണ്ടാവും. പേയ്മെൻറ്റ് ക്യാൻ ദെൻ ബി റെമിറ്റഡ് ത്രൂ എനി ഓഫ് ദ ഫോളോയിങ് മോഡ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ഈ പറഞ്ഞ ഏത് മോഡിൽ വേണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ നമുക്ക് ഓരോ പേയ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം, ഒരു ചലാൻ ജനറേറ്റ് ചെയ്യണം ആദ്യം. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് നടത്താം. 15 daysനുള്ളിൽ ആ ജനറേറ്റ് ചെയ്ത ചലാൻ പ്രകാരം നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് നോർമൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ ഏത് പേയ്മെൻറ്റ് നടത്തുന്നത് പോലെ തന്നെ ചെയ്യാം. പക്ഷേ ഇതിൽ ഓതറൈസ്ഡ് ബാങ്ക്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് ചെയ്യാം. അതും ഓതറൈസ്ഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നെഫ്റ്റ് ട്രാൻസ്ഫർ ഓർ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എനി ബാങ്ക് ഓതറൈസ്ഡ് ഓർ അൺഓതറൈസ്ഡ്. ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ബാങ്കിൻ്റെ വേണമെങ്കിൽ ചെയ്യാം. അത് ഓതറൈസ്ഡ് ആയാലും അൺഓതറൈസ്ഡ് ആയാലും നമുക്ക് ചെയ്യാം. പിന്നെ ഓവർ ദ കൗണ്ടർ പേയ്മെൻറ്റ്, ഇപ്പം നമുക്ക് കൗണ്ടറിൽ പോയി പേയ്മെൻറ്റ് അടക്കാനും പറ്റും, ബാങ്കിൽ പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് അടക്കാനും പറ്റും. ഫോർ ഡെപ്പോസിറ്റ് അപ് ടു 10,000 rupees പെർ ചലാൻ ആൻഡ് പെർ ടാക്സ് പീരിയഡ്. ഇപ്പോൾ ഒരു പീരിയഡിൽ ഒരു ടാക്സ് പീരിയഡിൻ്റെ ഉള്ളിൽ 10,000 കൂടുതൽ നമുക്ക് പേയ്മെൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് ഈ ഓവർ ദ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. അതിൽ കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓവർ ദ കൗണ്ടർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്ന ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ആണ്. അത് നമ്മൾ സിംപ്ലി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വന്ന് നിൽക്കുന്ന ഒരു ലെഡ്ജറാണ്. അത് ഈ വാലറ്റിലാണ് വന്ന് നിൽക്കുന്നത്. All the taxes paid by the taxpayer on the input would be recorded in the electronic credit ledger. അതാണല്ലോ നമ്മുടെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻപുട്ട് ടാക്സിൽ നമ്മൾ പേ ചെയ്തിരിക്കുന്ന ഫുൾ എമൗണ്ട് ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്ത് വന്ന് കിടക്കും. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ വുഡ് ബി ഓട്ടോ പോപ്പുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ GSTR 1 and GSTR 2 റിട്ടേൺസ് ഫയൽഡ് ബൈ ഓൾ ടാക്സ് പേയേഴ്സ് രജിസ്റ്റേർഡ് അണ്ടർ GST. അപ്പം നമ്മൾ ഓരോ തവണയും നമ്മൾ ഈ ഇൻപുട്ട് ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിട്ട് അതിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്തേക്ക് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനേക്ക് നമുക്ക് പോയി എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കലി അതിൽ വരിക ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ GSTR 1ഉം GSTR 2ലും റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇൻവോയ്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഓട്ടോ ഡിറ്റക്റ്റഡ് ആയിട്ട് അതിലേക്ക് എമൗണ്ട് വരിക ചെയ്യുന്നത്. നമുക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ നമുക്ക് മാനുവലി അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. The electronic credit ledger shall be maintained in form GSTR PMT 02 for each person eligible, for each registered person eligible for input tax credit under the act. അപ്പം നമുക്ക്
ഇലക്ട്രോണിക്കലി മീൻസ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യാനുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, ഇപ്പോൾ കോമ്പോസിറ്റ് സ്കീമിലാണെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും ഇൻപുട്ട് ടാക്സ് കിട്ടില്ല അല്ലേ. അപ്പം അങ്ങനെയല്ലാത്ത ഇൻപുട്ട് ടാക്സ് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് ആ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഫോം GST PMT02 പ്രകാരമാണ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് the input tax credit that is self-assessed in the monthly returns will be reflected here under 3 categories. അപ്പോൾ അതിൽ 3 categories ആയിട്ട് കാണിക്കും നമുക്ക് IGST, CGST and SGST. അപ്പം നമുക്ക് ആ മറ്റേ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്താണെങ്കിൽ നമുക്കിവിടെ പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷെ ഇതിനകത്ത് 3 കാറ്റഗറി മാത്രമേ നമുക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് 3 കാറ്റഗറിയിലേ കിട്ടുള്ളൂ, IGST, CGST, SGST. അപ്പോൾ ആ 3 കാറ്റഗറി ആയിട്ട് കാണും. The taxpayer will be able to utilize the balance shown in this account only for payment of tax as per credit utilization rules and no other amount of such as interest, penalty, etc. നമുക്ക് ക്യാഷ് ലെഡ്ജറിനകത്ത് പേയ്മെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റും പെനാൽറ്റി ഒക്കെ അടക്കാൻ പറ്റുമെങ്കിലും ഈ ക്രെഡിറ്റ് ലെഡ്ജറിനകത്തുള്ള പേയ്മെന്റ് വെച്ചിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ആ കൺസേൺഡ് ടാക്സ് പേ ചെയ്യാൻ മാത്രമേ അതിനു വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ IGSTയിലെ ക്രെഡിറ്റ് വെച്ചിട്ട് അതിൻ്റെ ആ പേയ്മെന്റ് നടത്താനേ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ ഏതാണോ നമ്മളെ കൺസേൺ ഹെഡ് വരുന്നത്, അപ്പോൾ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് യൂട്ടിലൈസേഷന് വേണ്ടി മാത്രമേ നമ്മൾ അതിൻ്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയാ ഓർഡറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഓർഡർ പ്രകാരമുള്ള പേയ്മെന്റിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മളെ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ അങ്ങനെ എന്തെങ്കിലും പേ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ലെഡ്ജറിനകത്ത് വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ITC ഓൺ ഇൻവേർഡ് സപ്ലൈസ് ഫ്രം എ രജിസ്റ്റേർഡ് ടാക്സ് പെയർ. ഇപ്പോൾ രജിസ്റ്റേർഡ് ആയ ഒരാളുടെ നമ്മൾ പേയ്മെന്റ് നമ്മൾ പൈസ കൊടുത്ത് സപ്ലൈസ് വാങ്ങിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മൾ അവർക്ക് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഇൻപുട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആവും. പിന്നെ ITC അവൈലബിൾ ബേസ്ഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. പിന്നെ IST എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ISTയിൽ നിന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്ത് തന്നെയാണ് വരുന്നത്. ITC ഓൺ ഇൻപുട്ട് ഓഫ് സ്റ്റോക്ക് ഹെൽഡ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ finished goods held in stock on the day immediately preceding the date on which the taxpayer become liable to pay tax, provided he applies for registration within 30 days of becoming liable. ഇപ്പോൾ ഒരാൾ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആവുന്ന ആ ഡേറ്റ് മുതൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഇൻപുട്ടിന്റെ മേലെ സ്റ്റോക്ക് ആയിരിക്കും, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും അല്ലെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും. അങ്ങനെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ട് വെച്ചിരിക്കുന്ന നമ്മൾ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയി എന്ന് വെച്ചാൽ അയാൾ രജിസ്ട്രേഷൻ നടത്തണമെന്നില്ല, ടാക്സ് പേ ചെയ്യേണ്ട സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അയാൾ രജിസ്ട്രേഷൻ ചെയ്യുകയും വേണം. അപ്പം പീരിയഡിൽ എത്തിയതിന് ശേഷം അതിന് നെക്സ്റ്റ് ഡേ മുതൽ വരുന്ന എല്ലാ ITCയും ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആവും. അപ്പം നമുക്ക് ആ ലയബിൾ ആയതിനു ശേഷം 30 days നമുക്ക് പീരിയഡ് ഉണ്ട് രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി. എന്നാലും നമ്മൾ ലയബിൾ ആയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ITC ഓട്ടോമാറ്റിക്കലി അതിൽ വരും. പെർമിസിബിൾ ITC ഓൺ ഇൻപുട്ട് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ആൻഡ് ഇൻപുട്ട് കണ്ടെയ്ൻഡ് ഇൻ സെമി ഫിനിഷ്ഡ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഓൺ ദ ഡേ ഓഫ് കൺവേർഷൻ ഫ്രം കോമ്പോസിഷൻ സ്കീം ടു റെഗുലർ സ്കീം. ഇപ്പോൾ കോമ്പോസിഷൻ സ്കീമിൽ ITC ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് റെഗുലർ ടാക്സ് സ്കീമിലേക്ക് മാറുവാണെങ്കിൽ ആ മാറുന്ന ഡേ മുതലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻപുട്ട് വരുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ മേലുള്ള ഇൻപുട്ട് ടാക്സും അതിലേക്ക് ക്രെഡിറ്റ് ആവും. നെക്സ്റ്റ് ITC എലിജിബിൾ ഓൺ എ പേയ്മെന്റ് മെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. നെക്സ്റ്റ് വരുന്ന നമ്മളെ റിവേഴ്സ് ചാർജ് ബേസിസിൽ നമ്മൾ അടച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ഒക്കെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആവും. ഇപ്പോൾ നോർമൽ നമ്മൾ അടച്ചിരിക്കുന്ന ITCയും അതേപോലെ തന്നെ റിവേഴ്സ് ചാർജിൽ എന്ന് വെച്ചാൽ നമ്മൾ റെസീപ്റ്റ്സിന്റെ മേലെ ചിലപ്പം പേയ്മെന്റ് അടക്കേണ്ടി വരുമല്ലോ, അപ്പോൾ അങ്ങനെ അടച്ചിരിക്കുന്ന ടാക്സും ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയി വരും. ഇനി ലാസ്റ്റ് വൺ ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ ആണ്. The liabilities of a taxpayer under GST are maintained in the electronic liability ledger. നമുക്ക് എത്രയാണ് ലാബിലിറ്റി വരുന്നത് അത് ഇതിനകത്ത് കാണിക്കും. In the electronic liability ledger, the tax due on filing a GST return, interest, penalty and demands are maintained. അപ്പോൾ ഇതിനകത്ത് നമ്മൾ GST എത്ര പേ ചെയ്യേണ്ട വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പെനാൽറ്റി, ഇൻട്രസ്റ്റ് എന്തെങ്കിലും പേ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടോ, അത് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുണ്ട് എങ്ങനെയാണ് പെനാൽറ്റി പേയ്മെന്റ് ഒക്കെ വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ പേയ്മെന്റ് വരുന്നുണ്ടെങ്കിലും അത് ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജറിനകത്താണ് വരുന്നത്. The electronic liability ledger shall be maintained in form GST PMT01 for each person liable to pay tax, interest, penalty, late fee or any other amount. അപ്പോൾ എന്തൊക്കെ നമുക്ക് പേ ചെയ്യേണ്ട ആളാണെങ്കിൽ
ഇപ്പം GST അടക്കേണ്ട ആൾ പെനാൽറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ലേറ്റ് ഫീ അങ്ങനെയൊക്കെ അടക്കേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഫോം GST PMT 01 പ്രകാരമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദിസ് ലെഡ്ജർ വിൽ ഷോ ദ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഓഫ് എ ടാക്സ് പെയർ ആഫ്റ്റർ നെറ്റിംഗ് ഓഫ് ഫോർ ദ പെർട്ടിക്കുലർ മന്ത്. ദിസ് ലെഡ്ജർ വിൽ ബി ഓട്ടോ പോപ്പുലേറ്റഡ്. അപ്പോൾ ഈ ലെഡ്ജർ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ ടാക്സ് ലയബിലിറ്റി വരുന്നത് അത് നമ്മുടെ ITCയിൽ വരുന്ന ക്രെഡിറ്റും എല്ലാം കൂടെ നോക്കിയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഇതിൽ വരും. നമുക്ക് അതിനകത്ത് എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. This ledger has details of GST liability. The ledger contains the total GST liability and the manner in which it has been paid in cash or through credit. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണിക്കുന്ന എത്രയാണോ നമ്മുടെ GST ലാബിലിറ്റി അതെങ്ങനെയാണ് നമ്മൾ പേ ചെയ്തിരിക്കുന്നത്, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. This ledger records all liabilities of a taxable person including, ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ the tax, interest, late fee or any other amount payable per the return furnished by the taxpayer or per any proceeding. ഇപ്പോൾ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീഡിങ് ത്രൂ അയാൾക്ക് പേ ചെയ്യേണ്ടതായ ടാക്സ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ അങ്ങനെ എന്ത് എമൗണ്ട് ഉണ്ടെങ്കിലും അത് ഇതിനകത്ത് കാണിക്കും. നെക്സ്റ്റ്, the tax and interest payable arising out of any mismatch of ITC or output tax liability. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്മാച്ച് വരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ടാക്സോ ഇൻട്രസ്റ്റോ പേ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതും ഇതിനകത്ത് കാണിക്കും. നെക്സ്റ്റ്, എനി ഇൻട്രസ്റ്റ് ദാറ്റ് മേ എക്രൂ ഫ്രം ടൈം ടു ടൈം. അതുകൂടാതെ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ടല്ലോ, ഓരോ ടൈം ടു ടൈമിൽ നമുക്ക് എക്രൂ ആയിരുന്ന ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് തന്നെ കാണിക്കും. ദ റിവേഴ്സൽ ഓഫ് ITC ഓർ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ റിവേഴ്സൽ സിറ്റുവേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴാണ് ITC നമുക്ക് റിവേഴ്സ് ആയി വരുന്നതെന്ന്. അങ്ങനത്തെ എന്തെങ്കിലും റിവേഴ്സലോ അത് ITCയുടെയോ ഇൻട്രസ്റ്റിൻ്റെയോ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ അതും നമുക്ക് ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജറിനകത്ത് വരും. സിംപ്ലി പറയാന്ന് വെച്ചാൽ നമ്മൾ പേ ചെയ്യേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇതിലേക്ക് വരും. നെക്സ്റ്റ്, ടാക്സ് പെയർ ഷുഡ് സെറ്റിൽ ദ ലാബിലിറ്റീസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. നമ്മളത് സെറ്റിൽ ചെയ്യേണ്ട ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ, സെൽഫ് അസസ്ഡ് ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് സച്ച് ആസ് ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീ ഓർ എനി അതർ എമൗണ്ട് റിലേറ്റിംഗ് ടു പ്രീവിയസ് ടാക്സ് പീരിയഡ് റിട്ടേൺസ്. അപ്പോൾ പ്രീവിയസ് ടാക്സ് പീരിയഡ് റിട്ടേൺസിൽ നമ്മൾ സെൽഫ് അസസ് ചെയ്തിരിക്കുന്ന അസസ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. സെൽഫ് അസസ്മെന്റ് എന്താണെന്ന് പറഞ്ഞുതരാം. സിംപ്ലി പറയുന്നത് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്ന എല്ലാ ടാക്സും അതുപോലെ തന്നെ ഡ്യൂസും, അത് ഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫീ അങ്ങനെയുള്ള എല്ലാ പേയ്മെന്റ്സും ആണ് നമ്മൾ ആദ്യം അടക്കേണ്ടത്. നെക്സ്റ്റ്, സെൽഫ് അസസ് ടാക്സ് ആൻഡ് അതർ ഡ്യൂസ് റിലേറ്റിംഗ് ടു കറന്റ് ടാക്സ് പീരിയഡ്. അപ്പോൾ ആദ്യം പ്രീവിയസ് ഇയറിൽ നമ്മൾ ആദ്യം അടക്കണം, അതിനുശേഷം കറന്റ് ടാക്സ് പീരിയഡ് റിട്ടേൺ. ഇപ്പം നമ്മൾ ഈ കറന്റിൽ റൺ ചെയ്യുന്ന ടാക്സ് പീരിയഡിനുള്ള എന്താണ് സെൽഫ് അസസ്ഡ് ടാക്സ് ഉള്ള അത് അടക്കണം. എനി അതർ എമൗണ്ട് പേയബിൾ അണ്ടർ ദ ആക്ട് ഓർ റൂൾസ്, ലാബിലിറ്റി അറൈസിങ് ഔട്ട് ഓഫ് ഡിമാൻഡ് നോട്ടീസ്, പ്രൊസീഡിങ്സ് എക്സെട്ര. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും നമുക്ക് പേയ്മെന്റ് വരുവാണെങ്കിൽ, ഇത് രണ്ടും അല്ലാത്ത എന്തെങ്കിലും പേയ്മെന്റ് വരുവാണ് ആ GST ആക്ട് പ്രകാരം അല്ലെങ്കിൽ GST റൂൾ പ്രകാരം നമുക്ക് എന്തെങ്കിലും ഡിമാൻഡ് നോട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീഡിങ്സ് ത്രൂ നമുക്ക് പേയ്മെന്റ് അടക്കേണ്ടതായി വരുവാണെങ്കിൽ അങ്ങനെയുള്ള പേയ്മെന്റ് ആണ് തേർഡ് ആയിട്ട് നമ്മൾ അടക്കേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഈ ലെഡ്ജറിനെ പറ്റിയിട്ടാണ്. ഈ ലെഡ്ജർ മീൻസ് ഇലക്ട്രോണിക് ലെഡ്ജർ. അപ്പം അതിൽ ഇലക്ട്രോണിക് ലെഡ്ജർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. 3 ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ലെഡ്ജർ ഉണ്ടെന്ന് പഠിച്ചു. ഒന്നാമത്തെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണ്. അതിൻ്റെ ക്യാഷ് ലെഡ്ജറിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൽ പേയ്മെന്റ് അടക്കാൻ പറ്റുന്നതെന്നും പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ആണ്. അപ്പോൾ ക്രെഡിറ്റ് ലെഡ്ജർ എന്താണെന്ന് പഠിച്ചു. ആ ക്രെഡിറ്റ് ലെഡ്ജറിൽ എന്തൊക്കെ ക്രെഡിറ്റ് ആയി വരുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചത് ഇലക്ട്രോണിക് ലാബിലിറ്റി ലെഡ്ജർ ആണ്. അപ്പോൾ ലാബിലിറ്റി ലെഡ്ജർ ത്രൂ നമ്മൾ എന്തൊക്കെ പേയ്മെന്റ്സ് ആണ് നടത്തേണ്ടി വരുന്നത്, അതേപോലെ അത് എന്ത് ഓർഡറിലാണ് നമ്മൾ പേയ്മെന്റ്സ് നടത്തേണ്ടത് എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ലെഡ്ജറിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും happy learning.